സിക്സർ ക്രിക്കറ്റ് ക്ലബ്ബ് നടത്തുന്ന ക്രിക്കറ്റ് കാർണിവൽ 2013 ഫൈനൽ മത്സരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TVS ക്രിക്കറ്റ് ക്ലബ്ബും സെഞ്ചുറി ക്രിക്കറ്റ് ക്ലബ്ബും തമ്മിലുള്ള ആവേശകരമായ ഫൈനൽ അത്യുജ്വലമായ അന്ത്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ TVS ക്ലബ്ബിന് 6 ബോളിൽ ജയിക്കാൻ വേണ്ടത് 18 റൺസാണ്. ഒരുത്തം ഗംഭീര ഐഡിയ. എവിടെയോ കണ്ടിട്ടുള്ളത് തന്നെ. നിങ്ങൾ ആ പഴയ ബോളറല്ലേ? ആ അതെ, ഫ്രെഡി. പ്രത്യേക പേരുള്ള ഫ്രെഡറിക്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പത്രത്തിലാ. എന്തായിട്ടാ? ഫോട്ടോഗ്രാഫറാ. മകന എൻ്റെ അല്ല, കൂട്ടുകാരൻ്റെ. രമേശൻ ഓർക്കുന്നില്ലേ? രമേശൻ. രമേശൻ കളി കാണാൻ വന്നുണ്ടോ? കാണാനാ? ദേ ആ നിൽക്കുന്നല്ലേ രമേശൻ. ടൂർണമെന്റിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന രമേശൻ തന്നെയാണ് പൈലറ്റിന്റെ പ്രതീക്ഷ. രമേശൻ 37 ബോളിൽ നിന്ന് 82 റൺസ് നേടി ഔട്ട് ആവുകയാണ്. രമേശൻ has scored 82 runs from 37 balls and now he is striking the ball. ചുരുങ്ങിയതൊരു 10-40 വയസ്സെങ്കിലും കാണും. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അത്യുജ്വലമായ ഒരു കളിയുടെ അവസാന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതാരാ നോക്കി? ഫ്രെഡി, എന്റെ ബാറ്റിങ്ങിന് ഒരു മാറ്റമില്ലല്ലോ. ഇവനെങ്ങനെ അച്ഛനെ പോലെ ക്രിക്കറ്റ് കളി ഉണ്ടോ? അവനും രാവിലെ ബാറ്റ് എടുത്തോണ്ട് ഓട്ടമാണ്. പ്രിയമുള്ള കായിക പ്രേമികളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും പ്രമുഖ കോച്ചുമായ ശ്രീ വിജയ് മേനോൻ. ഒപ്പം എത്തിയിരിക്കുന്നത് രഞ്ജി പ്ലെയറും IPL ക്രിക്കറ്റ് താരവുമായ ശ്രീ രോഹൻ കർത്തയുമാണ്. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനും സമ്മാനദാനം നിർവഹിക്കുന്നതിനും ബഹുമാനപ്പെട്ട ശ്രീ വിജയ് മേനോനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ ഇംഗ്ലണ്ടിൽ ആട്ടിടയന്മാര് ഈ ആട് മേയ്ക്കുന്നതിനിടെ ബോറടി മാറ്റാൻ വേണ്ടി ഒരു മരത്തടിയിൽ പന്ത് തട്ടി കളിച്ചു തുടങ്ങിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്രിക്കറ്റ്. ഇന്നത് വളർന്ന് ലോകത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷുകാർ അവിടുന്ന് കൂടും കുടുക്കെടുത്ത് സ്ഥലം വിടുമ്പോൾ എമാര് നമ്മുടെ കുറെ അമൂല്യ വസ്തുക്കൾ ഒടിച്ചുകൊണ്ട് പോയി. നമ്മുടെ രാജ്ഞിമാരുടെ കമ്മലും കൊലുസും കോഹിനൂർ രത്നവും അങ്ങനെ പറഞ്ഞു. ഇവിടെ ബാക്കി വെച്ച വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങളിലൊന്നാണ് ക്രിക്കറ്റ്. പക്ഷെ 1983 നമ്മുടെ അണ്ണന്മാര് ലോർഡ്സിൽ ചെന്ന് വേൾഡ് കപ്പിനെ ഇങ്ങി കൊണ്ടുപോകുന്നു. അതിൽ പിന്നെ ക്രിക്കറ്റ് നമുക്കൊരു ഉത്സവമായി, തീരാത്ത ഒരാഘോഷമായി. പിന്നെ ഇന്ത്യ മുഴുവൻ ലക്ഷക്കണക്കിന് കൊച്ചു കൊച്ചു മൈതാനങ്ങളുണ്ടായി. ഗ്രാമങ്ങൾ തോറും മിടുക്കന്മാരായ കുറെ കളിക്കാരെ നമുക്ക് കിട്ടി. സച്ചിനും ദ്രാവിഡും വിരാട് കോഹ്ലിയും ഗാംഗുലിയും വിജയിച്ചവരുടെ കഥകളാണ് നമുക്ക് കൂടുതലും അറിയുക. പരാജയപ്പെട്ടവരാണ് എത്രയോ അധികം, ലക്ഷക്കണക്കിന്. ഇന്ത്യയിലെ ചെറിയ ചെറിയ മൈതാനങ്ങളിൽ വീണുപോയ ഒരുപാട് സ്വപ്നങ്ങൾ. ഇന്ന് പുറത്തേക്ക് അധികം അറിയപ്പെടാതെ പോകുന്ന ഇത്തരം ടൂർണമെന്റുകളിൽ അതിശയിപ്പിക്കുന്ന ചില പ്രതിഭകളെ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന്
ഇന്നിവിടെ 40 ബോളിൽ സെഞ്ചുറി നേടിയ അയാൾ ഇവിടെ എവിടെയോ ഉണ്ടായാൾ. ഇത്തരം അറിയപ്പെടാതെ പോകുന്ന പ്രതിഭകൾക്ക് ഗെയിമിന്റെ മറ്റൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ഹാർഡ് ബോൾ ക്രിക്കറ്റിന്റെ കുറച്ചുകൂടി ഗൗരവതരമായ ഒരു ഫോർമാറ്റിലേക്ക് ഉയരാനും വളരാനും സാധിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞു. എടോ ഇയാൾ ഇവിടുത്തെ ഏറ്റവും നല്ല കോച്ചാ. തന്റെ മോനെ കോച്ചിങ്ങിനൂടെ ഉണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, ഇല്ല. ഇന്ന് നിങ്ങളുടെ എടോ അവന് കളി താല്പര്യം ഉണ്ടെങ്കിൽ കോച്ചിങ്ങിന് വിട്ടൂടെ? അതിലേക്കുള്ള വഴികൾ മാത്രമാണ് നിങ്ങൾ നിശ്ചയിക്കുന്നത്. എല്ലാവർക്കും എന്റെ നന്ദി.